അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണിപ്പോൾ. രേണുവിൻ്റെ റീൽസും ഷോർട്ട് ഫിലിമുമെല്ലാം വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാകാറുണ്ട്. അടുത്തിടെ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവും ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി രേണുവിനെ പിന്തുണച്ചാണ് ഈ വീഡിയോയ്ക്ക് താഴെ ഭൂരിഭാഗം പേരും കമൻറ്റ് ചെയ്തത്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഷാരിക എന്ന ഫ്രീലാൻസ് അവതാരക ചെയ്ത അഭിമുഖമായിരുന്നു ഇത്. ഷാരികയുടെ ചോദ്യങ്ങളുടെ സ്വഭാവത്തെയും രീതിയെയും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പലരും കമൻറ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴിതാ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷാരിക. സ്പീച്ച് മേക്കർ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഷാരികയുടെ പ്രതികരണം. ഷാരികയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സാധാരണഗതിയിൽ ഞാൻ എൻ്റെ ചാനൽ തുറക്കുന്നത് റിവ്യൂ പറയാനാണ്. കുറേ പേർക്ക് അറിയുമായിരിക്കും സ്പീച്ച് മേക്കർ എന്ന ചാനൽ. ഷാരിക എന്ന ആങ്കർ, ന്യൂസ് റീഡർ നടത്തുന്ന ചാനലാണ് സ്പീച്ച് മേക്കർ എന്നത്. മോണിറ്റൈസേഷൻ ആകാത്ത ഒരു ചാനലാണ്. അതുകൊണ്ട് എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല. എനിവേ, രേണു സുധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ ഞാൻ ഹോസ്റ്റ് ആയിക്കൊണ്ടൊരു പ്രോഗ്രാം ചെയ്തിരുന്നു, ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം. അതിൽ രേണു സുധി ഗസ്റ്റായി വന്നിരുന്നു. ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം മൈൽസ്റ്റോണിന് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. കൃത്യമായി പറഞ്ഞാൽ 2024 മെയ് തൊട്ടാണ് ഞാൻ ഹോട്ട് സീറ്റ് അവിടെ ചെയ്യാൻ തുടങ്ങിയത്. ഹോട്ട് സീറ്റിലേക്ക് വേണ്ടി അവർ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഫ്രീലാൻസ് ആങ്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും ഇൻ്റർവ്യൂ ചെയ്യാറില്ല. പക്ഷേ ഡിബേറ്റും കാര്യങ്ങളുമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂസും വൈറലാകാറുണ്ട്. ബിക്കോസ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ തീയാണ്. അതിൻ്റെ സിമ്പിൾ പോലും തീയാണ്. അതിലിരുന്നാൽ നമ്മളെപ്പോഴും പൊള്ളും. തീ തൊട്ടാൽ പൊള്ളും അല്ലേ? അതാണ് ആ പ്രോഗ്രാമിൻ്റെ തീം. ഞാൻ ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ക്യൂട്ട്നെസ് വാരി വിതറാത്തത് കൊണ്ടും മൈൽസ്റ്റോൺ എന്നെ ഓപ്റ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് രേണു സുധി എന്ന വ്യക്തിയെ ഗസ്റ്റായി ഹോസ്റ്റ് ചെയ്യുന്നത്. 2025 മെയ് 12-നാണ് രേണുവിനെ വിളിക്കുന്നത് എന്നാണ് ഓർമ്മ. രേണു സുധി എന്ന വ്യക്തിയെക്കുറിച്ച് ആദ്യം പറയാം. ആ വ്യക്തി ചെയ്ത റീൽസ് ചെയ്യുന്ന കാലം തൊട്ട് പച്ചത്തെറി വിളിച്ചവരാണ് മലയാളികൾ. ആ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എൻ്റെ ഡിബേറ്റ് വെച്ചിട്ട്, ലൈവ് വെച്ചിട്ട് എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ് പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ള ആളാണ്. പുകഴ്ത്തി എന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. രേണു സുധി ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ താഴെ വന്ന് താങ്ക് യു ഷാരിക എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ചാനലാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം. ഞാനും രേണു സുധിയും ഈ ഇൻ്റർവ്യൂസിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതായത് ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയുമില്ല. രേണു സുധിയെ തെറി പറയാത്ത ആൾക്കാരിൽ 1% പേരിൽ ഉൾപ്പെട്ട ആളാണ് ഞാൻ. സോ അങ്ങനെ ഇരിക്കെ രേണു സുധിയെ ഈ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ശരിയാകുമോ? കാരണം ഞാൻ ഇവരെക്കുറിച്ച് ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഷാരികയ്ക്ക് അറിയാമല്ലോ ഈ ഷോ എന്താണെന്ന്, രേണു സുധിയെക്കുറിച്ച് വ്യക്തമായി അറിയാമല്ലോ എന്ന്. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ മീറ്റ് ചെയ്തു. മറ്റുള്ള ഹോസ്റ്റിനെ പോലെയല്ല, അവർ കൃത്യസമയത്ത് തന്നെ എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ വിനയം മനസ്സിലാക്കുന്നത്. ഷീ ഈസ് സച്ച് എ ബോൾഡ് ലേഡി. അവരുടെ പൂർണ്ണ അനുമതിയോടെയാണ് അതിൽ ചോദിക്കുന്ന ഓരോ ചോദ്യവും ഞാൻ അവരോട് ചോദിക്കുന്ന രീതി പ്രത്യേകം പറഞ്ഞു. അറഗൻ്റായിട്ട് തന്നെ ചോദിക്കും. ചുമ്മാ ഇങ്ങനെ കൊഞ്ചിക്കുഴങ്ങ് ചോദിക്കുന്നതിനോട് താല്പര്യമില്ല. ഞാനായതുകൊണ്ടാണ്, ഹോട്ട് സീറ്റ് ആയതുകൊണ്ടാണ് ഈ ഷോയിലേക്ക് വന്നതെന്ന് അവർ തന്നെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ആ ഒരു ഇതിൻ്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഗോദയിലേക്ക് ഇറങ്ങുന്നത്. രേണു സുധിയും ഞാനും അതിനു ചുറ്റും നിൽക്കുന്ന ക്യാമറാമാനും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡുമെല്ലാം വെരി വെരി ഹാപ്പിയാണ്. കാരണം അതിനു മുമ്പ് ഞങ്ങൾ ചിരിച്ച് ആണ് ഗോദയിലേക്ക് ഇറങ്ങുന്നതും അതിനുശേഷവും അങ്ങനെ തന്നെ. വേണമെങ്കിൽ ഞങ്ങൾ തമ്പനിയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഞങ്ങൾ കൊടുക്കും, അതേ ഡ്രസ്സ് ഇട്ട് തന്നെ. എന്തായാലും രേണു സുധിയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഈ പറയുന്ന മറ്റെല്ലാം ടീമുകളും ഹാപ്പിയാണ്. പക്ഷേ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പ്രേക്ഷകരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 ലക്ഷം പേരാണ് 3 ദിവസത്തിനുള്ളിൽ അത് കണ്ടത്. ഏതായാലും അത് 1 മില്യൺ അടിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. 7000 പേരാണ് എന്നെ തെറി വിളിച്ചിരിക്കുന്നത്. രേണു സുധിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട്. കാരണം അവർ അത് അർഹിക്കുന്നു. കാരണം ഇൻ്റർവ്യൂവിൻ്റെ തൊട്ട് മുമ്പ് വരെ അവരുടെ ക്ലിക്ക് ബൈറ്റ്സ് എടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് രേണു സുധി ഇപ്പോൾ വലിയ നല്ല ആളാണെന്ന് പറയുന്നത്. രേണു സുധി അങ്ങനെ തന്നെയായിരുന്നു. അവർ മോശക്കാരിയല്ലായിരുന്നു. എന്നാൽ അവരെ ആവശ്യമില്ലാതെ അവരെയും ലക്ഷ്മി നക്ഷത്ര അവരുടെ ഒപ്പം അഭിനയിക്കുന്നവരെയും ദാസേട്ടൻ്റെയും ഒക്കെ പേര് വലിച്ചിഴച്ചുകൊണ്ട് രേണു സുധിയെ രണ്ടാമത് കെട്ടിക്കാൻ നടക്കുന്നു. രേണു സുധിയുടെ മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച് ഹരാസ് ചെയ്യിപ്പിച്ച പ്രേക്ഷകരോട് എനിക്കിത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കഥയറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ, പൊട്ടന്മാരാണ് ഈ 7000 പേരെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ടാൽ എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. എന്നാലും 2 എണ്ണം പറയണമല്ലോ, വേറൊന്നും കൊണ്ടല്ല. മൈത്രേയൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരുപാട് പേർ കമൻ്റ് ഇടുന്നത് അതിലെനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല.
കാരണം മൈത്രേയനെ നേരത്തെ തന്നെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ രേണുസുധിയെക്കുറിച്ച് പറയുന്ന 100 പേരുണ്ടെങ്കിൽ അതിൽ 99.5% പേരും തെറി വിളിക്കുന്നവരാണ്. രേണുസുധിക്ക് നാണമില്ല എന്നൊക്കെ പറഞ്ഞവരാണ്. എന്തിനധികം പ്രായമായ സ്ത്രീകളുടെ റെക്കോർഡിങ്സ് വരെ കേൾക്കാം നമുക്ക്. മൊബൈൽ റീചാർജ് ചെയ്തിട്ട് ഇവരുടെ കോപ്രായങ്ങൾ കാണുന്നതിൽ ലജ്ജ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്ത് വന്ന് എന്നെ തെറി വിളിക്കുന്നു. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? സത്യത്തിൽ എനിക്കാണോ കുഴപ്പം, നിങ്ങൾക്കാണോ കുഴപ്പം? രേണുസുധി പറഞ്ഞ ഒരു വാക്ക് കൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഹോസ്റ്റിൻ്റെ പെർമിഷനോട് കൂടി തന്നെയാണ് ഹോട്ട് സീറ്റിലേക്ക് അവരെ കൊണ്ടിരുത്തുന്നത്. നിങ്ങളിതിപ്പോൾ രേണുസുധിയുടെ അടുത്ത് പോയി ക്ലാരിഫൈ ചെയ്യാനൊന്നും പോകില്ല. എന്നിലൂടെയെങ്കിലും നിങ്ങൾ രേണുസുധിയെ റെസ്പെക്റ്റ് ചെയ്യുകയും രേണുസുധി ഗ്രേറ്റ് എന്ന് പറയുകയും ചെയ്തില്ലേ? അതിലെനിക്ക് നല്ല സന്തോഷമുണ്ടെന്നും ശാരിക പറയുന്നു.